ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. തറവാട് പാർട്ട് 9. ചാണ്ടിക്കുഞ്ഞിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഇതുവരെയുള്ള തൻ്റെ നീക്കം പരാജയപ്പെടുകയാണ്. ബാലശങ്കറും ജയനും ഹരിയും ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നാൽ തൻ്റെ പദ്ധതികളെല്ലാം തകരും. ഒരു പെണ്ണിന് വേണ്ടിയും ഇത്രയും നാൾ താൻ കാത്തിരുന്നിട്ടില്ല. ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ 2 പ്രാവശ്യമേ സൂര്യൻ ഉദിക്കൂ. 3ാമത്തെ സൂര്യൻ ഉദിക്കുന്നത് അവളെ താൻ കീഴടക്കിയതിന് ശേഷമായിരിക്കും. പക്ഷേ പ്രിയംവദ തന്നെ പരാജയപ്പെടുത്തുകയാണ്. എന്നേ വരെ പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ചാണ്ടിക്കുഞ്ഞ് ആദ്യമായി പരാജയപ്പെടുകയാണോ? ഇല്ല, മുത്തുസ്വാമിയുടെ മുന്നിൽ വിജയം കൊയ്തവന് പരാജയം ഉണ്ടാവില്ല. ചാണ്ടിക്കുഞ്ഞ് അലമാര തുറന്നു. പ്രിയംവദയുടെ പേരിൽ വാങ്ങിയ ആധാരം അവൻ എടുത്തു. ബാങ്കുകാർ ജപ്തി ചെയ്ത സ്ഥലം പ്രിയംവദയുടെ പേരിൽ തന്നെ താൻ വാങ്ങിയിരിക്കുന്നു. ചാണ്ടിക്കുഞ്ഞ് ആ കടലാസിൽ അമർത്തി ചുംബിച്ചു. ഹെടി പെണ്ണേ, ചാണ്ടിക്കുഞ്ഞിത് വാങ്ങിയത് വെറുതെ അല്ല. ഈ സ്ഥലം വാങ്ങിയതോടൊപ്പം നിന്നെ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ആധാര അലമാരയിൽ വെച്ച് പൂട്ടിയിട്ട് ചാണ്ടിക്കുഞ്ഞ് ബംഗ്ലാവിൻ്റെ മുകളിലെത്തി. അവിടെ നിന്ന് നോക്കിയാൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം കാണാം. പ്രിയംവദയ്ക്ക് വേണ്ടിയാണ് ഈ കൊട്ടാരം താൻ പണിതിരിക്കുന്നത്. അവളെ സ്വന്തമാക്കാൻ. ശങ്കരമംഗലത്തെ കൊച്ചു തമ്പ്രാട്ടിക്ക് കന്നുകുഴിയിലെ ചാണ്ടിക്കുഞ്ഞിൻ്റെ ഭാര്യയായി വാഴാനുള്ള താവളമാണിത്. ചിന്തകൾ കാട് കയറുകയാണ്. ഇനി വൈകിയാൽ അവൾ തന്നിൽ നിന്ന് രക്ഷപ്പെടും. ബലാത്കാരമായിട്ടാണെങ്കിൽ ആദ്യം കണ്ടപ്പോഴേ സ്വന്തമാക്കാമായിരുന്നു. അതൊരിക്കൽ മാത്രമല്ലേ ഉള്ളൂ. അതുപോരാ, തന്നോടൊപ്പം അവൾ ഇവിടെ ജീവിക്കണം. ചേട്ടൻ തോറ്റെടുത്ത് അനുജൻ്റെ വിജയമായിരിക്കണം. പലതും ആലോചിച്ചുകൊണ്ട് ഉലാത്തുമ്പോഴാണ് ചാണ്ടിക്കുഞ്ഞിൻ്റെ കണ്ണുകൾ അത് കണ്ടുപിടിച്ചത്. ദൂരെ നിന്ന് നടന്നു വരുന്ന പ്രിയംവദ. ചാണ്ടിക്കുഞ്ഞ് വീണ്ടും വീണ്ടും നോക്കി. അതെ, അവൾ തന്നെ. ചാണ്ടിക്കുഞ്ഞ് ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. വേഗം താഴെ ഇറങ്ങി അലമാര തുറന്ന് ആധാരം കയ്യിലെടുത്തു. പിന്നെ വേഷം മാറി വേഗം നടന്നു. അവൾ ദൂരെ നിന്ന് വരുന്നതേ ഉള്ളൂ. ചാണ്ടിക്കുഞ്ഞിൻ്റെ നടപ്പിന് വേഗത കൂടി. വയൽ വരമ്പ് അവസാനിക്കുന്നിടത്ത് ചാണ്ടിക്കുഞ്ഞ് കാത്തു നിന്നു. ഇവിടം വിജനമാണ്. പറയാനുള്ളതെല്ലാം ഇവിടെ വെച്ച് പറയണം. ഇതൊന്നും അറിയാതെ പ്രിയംവദ നടന്നു വരികയാണ്. അവളുടെ ആ നടപ്പിന് പോലും സൗന്ദര്യമുണ്ടെന്ന് ചാണ്ടിക്കുഞ്ഞിന് തോന്നി. അവളുടെ തലമുടി ചുരുളുകൾ ഇളം കാറ്റിൽ മുഖത്തേക്ക് തെന്നി വീണുകൊണ്ടിരുന്നു. സൂര്യപ്രകാശം മുഖത്ത് പതിച്ചപ്പോൾ മറ്റൊരു സൂര്യോദയം പോലെ. വയൽ വരമ്പം കടന്ന് ഇടവഴിയിലേക്ക് കടക്കുമ്പോഴാണ് അവൾ ചാണ്ടിക്കുഞ്ഞിനെ കാണുന്നത്. ഹൃദയത്തിൽ ഒരു കൊളുത്തു വീണു. ഇതുപോലൊരു വിജനമായ സ്ഥലത്ത് വെച്ചാണ് ഒരിക്കൽ ദേവസി. അതോർത്തപ്പോൾ ശരീരത്തു കൂടി ഒരു തീവണ്ടി പാഞ്ഞു പോകുന്നത് പോലെ തോന്നി. ദൈവമേ! അവൾ മുഖം തിരിച്ച് നടന്നു നീങ്ങാൻ തുടങ്ങുമ്പോൾ ചാണ്ടിക്കുഞ്ഞിൻ്റെ ശബ്ദം ഒരു പെരുമ്പറ പോലെ കാതിൽ വന്നലച്ചു. ഒന്ന് നിൽക്കൂ. ശബ്ദം കേട്ട് ഒരു തളർച്ചയിൽ അവൾ നിന്നു. നെഞ്ചെടുപ്പിന് വേഗതയേറി. കാലിടറി നിലത്ത് വീഴുമെന്ന് തോന്നി. എന്നേ വരെ തനിക്ക് കാമുകന്റെ വേഷം അണിയേണ്ടി വന്നിട്ടില്ല. ഇഷ്ടം തോന്നിയ പെണ്ണിനെ അല്ലാതെ തന്നെ സ്വന്തം കിടക്കയിൽ വരുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് തനിക്ക് കാമുകന്റെ വേഷം അണിയേണ്ടി വന്നിരിക്കുന്നു. ഒരു കാമുകന് വേണ്ട എല്ലാ ഭാവത്തോടും കൂടി ചാണ്ടിക്കുഞ്ഞ് പ്രിയംവദയെ നോക്കി ഹൃദ്യമായി ചിരിച്ചു. ആ പുഞ്ചിരി പോലും തനിക്ക് വേണ്ട കൊലക്കയറാണെന്ന് അവൾക്ക് തോന്നി. ധൃതിയിൽ പ്രിയംവദ എവിടേക്ക് പോകുന്നു? ചാണ്ടിക്കുഞ്ഞ് അവളുടെ ഉയർന്നു താഴ്ന്ന മാറിടത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. മാറിടത്തിന്റെ ദ്രുതചലനം കണ്ടാലറിയാം പ്രിയംവദ ഭയന്നാണ് നിൽക്കുന്നതെന്ന്. ആ കണ്ണുകളും ഭയം വിളിച്ചറിയിക്കുന്നു. പ്രിയംവദയ്ക്ക് ഇപ്പോഴും എന്നെ ഭയമാണോ? അയാൾ മെല്ലെ പുഞ്ചിരിച്ചു. ആണുങ്ങളില്ലാത്തപ്പോൾ വീട്ടിൽ വരുന്നത് മോശപ്പെട്ടതുകൊണ്ടാ ഞാൻ അവിടേക്ക് വരാത്തത്. എന്നിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല. ഹരി എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിട്ടാണ് പിരിഞ്ഞത്. എന്നിട്ടും പ്രിയംവദയ്ക്ക് മാത്രം എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയംവദയോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്നത്. പൊടുന്നനെ അവൾ മുഖമുയർത്തി. ഹരിയേട്ടനും ഇയാളും സുഹൃത്തുക്കളാണോ? പ്രിയംവദയ്ക്ക് സംശയമാണോ? ജയിലിലേക്ക് എഴുതി ചോദിച്ചോളൂ, അയാൾ ആവശ്യപ്പെട്ടു. ഇവിടെ നിന്നൊന്നു പോയാൽ മതിയെന്നായിരുന്നു അവൾ ആഗ്രഹിച്ചത്. പ്രിയംവദയ്ക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതാ, ഇത് വാങ്ങിക്കോളൂ. കയ്യിലിരുന്ന കടലാസ് കവർ ചാണ്ടിക്കുഞ്ഞ് അവൾക്ക് നേരെ നീട്ടി. അവൾ വാങ്ങാൻ മടിച്ചു. ഇത് പ്രേമലേഖനമൊന്നും അല്ല കേട്ടോ, അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തുടർന്നു. ബാങ്കുകാർ ജപ്തി ചെയ്ത സ്ഥലമാണ്. ഞാൻ അത് പ്രിയംവദയുടെ പേരിൽ തിരിച്ചു വാങ്ങി. അത് കേട്ടപ്പോൾ അവൾ വിവശയായി. തൻ്റെ പേരിൽ വസ്തു തിരിച്ചു വാങ്ങിയെന്നോ? എന്തിന്? 1000 ചോദ്യങ്ങൾ അവളെ പൊതിഞ്ഞു. ബാങ്കുകാർ ജപ്തി നോട്ടീസുമായി വന്നപ്പോൾ പണം നൽകാമെന്ന് പറഞ്ഞു. അതിന് സമ്മതിക്കാതെ വന്നപ്പോൾ മറ്റൊരു സഹായം. മുഖത്ത് കാർക്കിച്ച് തുപ്പാനാണ് തോന്നിയത്.
ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പതഞ്ഞുയർന്നു. പൊട്ടിത്തെറിക്കുമെന്നായപ്പോൾ അവൾ സ്വയം നിയന്ത്രിച്ചു. ഇയാളെ പിണക്കി വിട്ടാൽ അപകടമാണ്. ദേവസ്യോളം ഇയാൾ ക്രൂരനല്ലെന്ന് ആദ്യം തന്നെ മനസ്സിലായി. ചാണ്ടിക്കുഞ്ഞ് തന്നെ ശല്യപ്പെടുത്തിയത് നാട്ടുകാരാരെങ്കിലും അറിഞ്ഞാൽ എന്നെങ്കിലും ഹരിയേട്ടൻ്റെ ചെവിയിലും എത്തും. ജയിലിൽ നിന്നിറങ്ങിയാൽ ആദ്യം ഹരിയേട്ടൻ ചെയ്യുന്നത് ചാണ്ടിക്കുഞ്ഞിനെ വകവരുത്തുന്നതായിരിക്കും. എന്നിട്ട് വീണ്ടും ജയിലിലേക്ക്, വീണ്ടും ഒരു ദുരന്തം. അത് പാടില്ല. ഇത് വാങ്ങിക്കോളൂ. കേസിന് വേണ്ടി ശങ്കരമംഗലത്തെ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടില്ലേ, ഇതെങ്കിലും നഷ്ടപ്പെടാതിരിക്കട്ടെ. ചാണ്ടിക്കുഞ്ഞ് പ്രതീക്ഷയോടെ അവളെ നോക്കി. അതുവരെ അടക്കി നിർത്തിയ ദുഃഖം കണ്ണീരായി. വേണ്ട വേണ്ട, ദയവ് ചെയ്ത് ശല്യപ്പെടുത്തരുതേ, അവൾ കെഞ്ചി. ഞാൻ പ്രിയംവദയെ ശല്യപ്പെടുത്തിയില്ലല്ലോ, ഒരിക്കലും ശല്യപ്പെടുത്തുകയുമില്ല. ചാണ്ടിക്കുഞ്ഞ് തെല്ല് നേരെ നിശബ്ദനായി നിന്നു. പിന്നെ അവളുടെ നിറഞ്ഞൊഴുകിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തുടർന്നു. ശങ്കരമംഗലത്തെ വസ്തുവകകൾ മുഴുവൻ നഷ്ടപ്പെട്ടത് എൻ്റെ ചേട്ടൻ കാരണമാണ്. ഉണ്ണിയിൽ നിന്നും പ്രിയംവദയെ അകറ്റിയതും എൻ്റെ ചേട്ടനാണ്. 3 പേരുടെ ജീവിതം ജയിലറകളിൽ തളച്ചിട്ടതും എൻ്റെ ചേട്ടനാണ്. ആ വലിയ തെറ്റിനൊരു പ്രായച്ചിത്തമായി കരുതിയാൽ മതി. എൻ്റെ ചേട്ടൻ തകർത്തെറിഞ്ഞ ഒരു കുടുംബത്തിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല. പ്രിയംവദേ, ആർദ്രമായ വാക്കുകൾ. ഇല്ല, ഞാനിത് വാങ്ങില്ല. ഞങ്ങൾക്കിത് വേണ്ട. ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്ടേക്കൂ, ദീനതയാർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. എങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരപേക്ഷയുണ്ട്. എൻ്റെ ചേട്ടൻ തല്ലി തകർത്ത പ്രിയംവദയ്ക്ക് ഒരു ജീവിതം തരാനെങ്കിലും എന്നെ അനുവദിക്കണം. ഉണ്ണിയുടെ കാമുകിയായിരുന്നത് ഒരു കുറവായി ഞാൻ കാണില്ല. പറയൂ, ഞാൻ കാത്തിരിക്കാം. ഒരു ഭിക്ഷാന്തേഹിയെ പോലെ അവൻ നിന്നു. ആകാശം വെടിഞ്ഞ് തലയ്ക്കുമീതെ വീഴുന്നത് പോലെ പ്രിയംവദയ്ക്ക് തോന്നി. ഈ നിമിഷം മരിച്ചിരുന്നെങ്കിൽ എന്നുപോലും അവൾ ആത്മാർത്ഥമായും ആഗ്രഹിച്ചു. ഇയാൾ തനിക്കൊരു ജീവിതം തരാമെന്ന്. അവൾ 2 കാതുകളും പൊത്തി. അരുതേ എന്ന് കെഞ്ചുന്നത് പോലെ അവൾ നിറ കണ്ണുകളോടെ അയാളെ നോക്കി. ജാതിയും മതവും സമ്പത്തും ഒന്നും നോക്കാതെ പ്രിയംവദയെ ഞാൻ സ്വീകരിക്കാം. മാന്യമായി ജീവിക്കാനുള്ള പണം ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. അയാളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചില്ലു ഗ്ലാസ് നിലത്ത് വീണുടയും പോലെ അവളുടെ ശബ്ദം മുഴങ്ങി. ഇല്ല ഇല്ല, എനിക്ക് ആ ജീവിതം വേണ്ട. ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം. ഈ പാവം എന്നെ വെറുതെ വിടൂ. അവളുടെ തേങ്ങൽ ഉച്ചത്തിലായി. പിന്നെ മുഖം പൊത്തി അവൾ ഓടി. ആരോ മുന്നിൽ നിൽക്കുന്ന അറിഞ്ഞപ്പോൾ അവൾ 2 കൈകളും വിടർത്തി നോക്കി. ഉണ്ണിയേട്ടൻ. തെല്ലകലെ നിൽക്കുന്ന ചാണ്ടിക്കുഞ്ഞിനെയും ഏങ്ങലുകൾ അടിച്ചുകൊണ്ട് ഓടി നിൽക്കുന്ന പ്രിയംവദയെ മാറി മാറി നോക്കി. ഒട്ടനവധി ചോദ്യങ്ങൾ അവൻ്റെ മുഖത്ത് മിന്നിമറഞ്ഞു. ചാണ്ടിക്കുഞ്ഞിൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ല. 1-2 നിമിഷം കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിയിൽ നിന്ന് ശബ്ദമുണ്ടായത്. പ്രിയംവദേ, എന്താണുണ്ടായത്? ഭയപ്പാടോടെയാണ് ഉണ്ണി ചോദിച്ചത്. പ്രിയംവദയ്ക്ക് പുരുഷന്മാരോടെല്ലാം വെറുപ്പാണ് ഉണ്ടായത്. ഒരാൾ തൻ്റെ ശരീരത്തിന് തീറാധാരവുമായി നിൽക്കുന്നു, മറ്റൊരാൾ തൻ്റെ മൃദുല വികാരങ്ങളെ തൊട്ടുണർത്തിയിട്ട് ഒന്നും അറിയാത്തവനെ പോലെ കടന്നു പോയിരിക്കുന്നു. പ്രിയംവദയുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ നെഞ്ചു പൊടിയുന്നത് പോലെ ഉണ്ണിക്ക് തോന്നി. രക്തം കിനിയുന്ന മനസ്സോടെ അവൻ പ്രിയംവദയെ നോക്കി. പറയൂ പ്രിയേ, അവൻ നിന്നെ ശല്യപ്പെടുത്തിയോ? ആ ചോദ്യം കേട്ടപ്പോൾ പ്രിയംവദയ്ക്ക് കലിയാണ് തോന്നിയത്. സ്നേഹത്തിൻ്റെ അമൃതമായി തന്നിലേക്ക് കടന്നു വന്നിട്ട് തൻ്റെ ഹൃദയത്തിലെ പ്രേമമന്ത്രം ഹൃദ്യസ്ഥമാക്കിയിട്ട് എല്ലാം വിട്ടെറിഞ്ഞു പോയ മനുഷ്യൻ ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അയാളിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവുമോ? അവൾ തേങ്ങലടക്കി ചോദിച്ചു. ഉണ്ണിക്ക് നാവിറങ്ങി. ചാണ്ടിക്കുഞ്ഞ് നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അയാൾ എൻ്റെ ശരീരം ആവശ്യപ്പെട്ടു. നിങ്ങൾ എൻ്റെ മനസ്സും കവർന്നെടുത്തു. എനിക്ക് നിങ്ങൾ 2 ആളും തുല്യ. അവൾ ഒരു നിമിഷം ഉണ്ണിയെ തറച്ചു നോക്കിയിട്ട് നടന്നു. ഉമിനീരിറക്കാൻ പോലും ഉണ്ണിക്ക് കഴിഞ്ഞില്ല. പ്രിയംവദ ചാണ്ടിക്കുഞ്ഞിന് സമമായി തന്നെയും കാണുന്നു. വിളറിയ മുഖത്തോടെ ഉണ്ണി ചാണ്ടിക്കുഞ്ഞിനെ നോക്കി. ചാണ്ടിക്കുഞ്ഞ് പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചിട്ട് നടന്നു നീങ്ങി. ശങ്കരനെയും കൂട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പ്രിയംവദ എല്ലാ ദിക്കിലും നോക്കിയാണ് നടന്നത്. ചാണ്ടിക്കുഞ്ഞിൻ്റെ മനസ്സിലിരിപ്പ് ബോധ്യമായിരിക്കുന്നു. കന്നുകൊഴി ദേവസ്യയുടെ മറ്റൊരു പതിപ്പ്. ഇനിയും ഇയാൾ വിടാതെ തന്നെ പിന്തുടരുമെന്ന് അവൾക്കറിയാമായിരുന്നു. മാന്യനായി നടിക്കുകയാണ്. പണവും പത്രാസുമൊക്കെ കണ്ടാൽ താൻ ഇയാൾ ഭ്രമിക്കുമെന്നായിരിക്കും. അവൾ വീട്ടിലെത്തിയിട്ടും നടന്നതൊന്നും മാലതിയോട് പറഞ്ഞില്ല. ഏട്ടത്തി അറിഞ്ഞാൽ എന്നെങ്കിലും ബാലേട്ടൻ അറിയും. ബാലേട്ടനിലൂടെ ഹരിയേട്ടനും. ഒന്നിനും ക്ഷമയില്ലാത്തവനാണ് ഹരിയേട്ടൻ. ഹരിയേട്ടനെ വീണ്ടും ഒരു കൊലപാതകയാക്കാൻ തനിക്കാവില്ല. പിറ്റേ ദിവസം അവൾ ശങ്കരനെ സ്കൂളിലേക്ക് അയക്കാൻ പോയില്ല. സുഖമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. ചാണ്ടിക്കുഞ്ഞ് ബംഗ്ലാവിന് മുകളിൽ നിന്നുകൊണ്ട് എല്ലാം കാണുന്നുണ്ടായിരുന്നു. പ്രിയംവദ പോയത് ചെറുക്കനെ സ്കൂളിലേക്ക് അയക്കാനാണെന്ന് മനസ്സിലായി. ഹെടി പ്രിയംവദേ, നിനക്ക് എത്ര നാൾ ഈ ചാണ്ടിക്കുഞ്ഞിൽ നിന്ന് ഒളിച്ചു നിൽക്കാൻ കഴിയും?
നിനക്ക് ഈ ചാണ്ടിക്കുഞ്ഞിനെ അറിയില്ല. ചാണ്ടിക്കുഞ്ഞിന് മറ്റൊരു മുഖമുണ്ട്. മുത്തുസ്വാമിയുടെ അധോലോകത്തിലെ സർവാധിപതിയായ ചാണ്ടിക്കുഞ്ഞ്. ആ മുഖം നീ കണ്ടിട്ടില്ല. ഒരിക്കൽ നീ ആ മുഖം കാണും. ചാണ്ടിക്കുഞ്ഞ് സ്വയം പിറുപിറുത്തു. ഒരാഴ്ചത്തേക്ക് പ്രിയംവദയെ വെളിയിലേക്ക് എങ്ങും കണ്ടില്ല. ചാണ്ടിക്കുഞ്ഞ് ദിവസവും ബംഗ്ലാവിന് മുകളിൽ നിൽക്കുമായിരുന്നു പ്രിയംവദയെ ഒന്ന് കാണാൻ. പക്ഷേ പ്രിയംവദയെ കാണാൻ കഴിഞ്ഞില്ല. ഇനി സ്നേഹം നടിച്ചിട്ട് കാര്യമില്ലെന്ന് ചാണ്ടിക്കുഞ്ഞിന് മനസ്സിലായി. തൻ്റെ യഥാർത്ഥ സ്വഭാവം കാട്ടിക്കൊടുക്കുക. ഇനിയും കാത്തിരിക്കുന്നത് കൊണ്ട് ഫലമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണിന് വേണ്ടി ഈ ജന്മം പാഴാക്കുന്നത് തൻ്റെ സ്വഭാവവുമല്ല. മുത്തുസ്വാമിയുടെ അധോലോക സാമ്രാജ്യത്തിലെ നമ്പർ 1 ചാണ്ടിക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു കാത്തിരിപ്പ് ആത്മാഭിമാനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. അപ്പോഴേക്കും ചാണ്ടിക്കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിൽ പ്രതികാരദാഹം നീറിപ്പുകയാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു പനിനീർ പൂവിനെ കശക്കിയെറിയാനുള്ള വെമ്പൽ. ഉണ്ണിയുടെ മനസ്സ് പിടയുകയായിരുന്നു. ചാണ്ടിക്കുഞ്ഞിനെയും പ്രിയംവദയെ ഒന്നിച്ച് കണ്ട നിമിഷം മുതൽ തുടങ്ങിയതാണ്. സകല ദുർഗുണങ്ങളും ഉള്ളവനാണ് ചാണ്ടിക്കുഞ്ഞ്. പ്രിയംവദയ്ക്ക് അവനിൽ നിന്ന് രക്ഷപ്പെടാനാവുമോ? ചാണ്ടിക്കുഞ്ഞും താനും തമ്മിൽ വ്യത്യാസമില്ലെന്ന് അവൾ പറഞ്ഞു. ഒരു മാർഗമേ തൻ്റെ മുന്നിലുള്ളൂ. വനജയെ ഉപേക്ഷിക്കുക, പ്രിയംവദയെ സ്വീകരിക്കുക. വനജയെ ഉപേക്ഷിച്ചാലും പ്രിയംവദ തന്നോടൊപ്പം വരുമോ? തൻ്റെ കുഞ്ഞും ഒരു പ്രശ്നമാണ്. ഒരു പോംവഴിയും കാണാതെ ഒരു ഭ്രാന്തനെ പോലെ ഉണ്ണി പകൽ മുഴുവൻ അലഞ്ഞു നടന്നു. സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് അവൻ വീട്ടിലെത്തിയത്. അമ്മ അറിയാതെ ദേവിക ശങ്കരമംഗലത്ത് പോകുന്നുണ്ടെന്ന് ഉണ്ണിക്ക് അറിയാമായിരുന്നു. പ്രിയംവദയെക്കുറിച്ച് ദേവികയോട് ചോദിച്ചറിയാൻ പല ഉണ്ണി ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. ദേവിക പോലും മനസ്സ് തുറന്ന് തന്നോട് സംസാരിച്ചിട്ട് എത്രയോ നാളുകളായി. പ്രിയംവദയെ മറന്ന് വനജയെ വിവാഹം ചെയ്തതിൽ മറ്റാരേക്കാളും ദേവികയ്ക്കായിരുന്നു ദുഃഖം. അന്ന് രാത്രിയിലും കിടന്നിട്ട് ഉണ്ണിക്ക് ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഇങ്ങനെ നീറി പുകഞ്ഞുകൊണ്ട് ഉള്ള ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. വനജയെ ഉപേക്ഷിക്കുക. താൻ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞാൽ പ്രിയംവദ തനിക്ക് മാപ്പ് തരാതിരിക്കില്ല. തന്നോടുള്ള അവളുടെ സ്നേഹം തനിക്ക് മാത്രമല്ലേ അറിയൂ. നാളെ പ്രിയംവദയെ കാണണം. ആ തീരുമാനത്തോടെയാണ് ഉണ്ണി ഉറങ്ങാൻ തുടങ്ങിയത്. രാവിലെ തന്നെ നല്ലൊരു വക്കീലിനെ കാണണം. ഉണ്ണിക്ക് പതിവില്ലാത്ത ഉത്സാഹമായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഉണ്ണിയേട്ടൻ്റെ മുഖത്ത് വന്ന മാറ്റം ദേവിക്ക് അമ്പരപ്പിച്ചു. കുളി കഴിഞ്ഞ് വന്ന ഉണ്ണി വീട്ടിൽ മറ്റാരും കേൾക്കാതെ ദേവികയോട് പറഞ്ഞു, ഞാൻ ഇന്ന് വക്കീലിനെ കാണാൻ പോവുകയാണ്. നീ എനിക്കൊരു സഹായം ചെയ്യണം. ഉണ്ണിയേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദേവികയ്ക്ക് മനസ്സിലായില്ല. അവൾ ഉണ്ണിയെ മിഴിച്ചു നോക്കി. വനജയെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. പ്രിയംവദയോട് നീ ചെന്ന് പറയണം എന്നെ വെറുക്കരുതെന്ന്. ഈ ഉണ്ണിയേട്ടന് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു തരണമെന്ന്. മന്ത്രിക്കും പോലെയാണ് ഉണ്ണി പറഞ്ഞതെങ്കിലും ദേവിക ഞെട്ടിപ്പോയി. വനജേട്ടത്തെ ഉപേക്ഷിച്ചിട്ട് പ്രിയംവദയെ സ്വീകരിക്കാമെന്നല്ലേ ഉണ്ണിയേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഉണ്ണിയേട്ടൻ കരുതും പോലെ പ്രിയംവദ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ദേവിക മെല്ലെ പറഞ്ഞു. ഇല്ലേ, സമ്മതിക്കില്ലേ ദേവി? ഉണ്ണിയുടെ സ്വരം വിറയാർന്നു. എനിക്കറിയില്ല, ഉണ്ണിയേട്ടൻ തന്നെ ചോദിച്ചോളൂ. എന്നിട്ട് മതി വക്കീലിനെ കാണാൻ പോകുന്നത്. അത്രയും പറഞ്ഞിട്ട് ദേവിക മെല്ലെ മുഖമുയർത്തുമ്പോൾ ഉണ്ണിയേട്ടൻ്റെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ കണ്ടു. അതോടെ മറ്റെന്തെങ്കിലും ചോദിക്കാനുള്ള ശക്തി ദേവികയ്ക്ക് നഷ്ടമായി. ഉണ്ണി മെല്ലെ കണ്ണുകൾ തുടച്ച് സാവധാനം അകത്തേക്ക് നടന്നു. പ്രിയംവദ സമ്മതിക്കുമോ? അയാൾ സ്വയം ചോദിച്ചു. ഉണ്ണി വേഷം മാറി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും 1000 ചോദ്യങ്ങൾ അവൻ്റെ മസ്തിഷ്കത്തിൽ കിടന്നു പുകഞ്ഞു. തന്നോടൊപ്പം ജീവിതം പങ്കുവയ്ക്കാൻ പ്രിയംവദ സമ്മതിക്കുമോ? മന്വന്തരങ്ങളോളം തനിക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന് എത്രയോ പ്രാവശ്യം അവൾ തന്നോട് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ന് ആ വാക്കുകൾക്ക് പ്രസക്തിയുണ്ടോ? ഒരിക്കൽ താൻ അവളെ വഞ്ചിച്ചതാണ്. അത്തരമൊരാളുടെ വാക്കുകൾ ഇനിയും അവൾ വിശ്വസിക്കുമോ? തനിക്കു മാത്രം തീറെഴുതിയ ആ നിഷ്കളങ്കമായ മനസ്സും ശരീരവും ഉപേക്ഷിച്ച് മറ്റൊരു ചില്ലയിൽ കൂടുകൂട്ടിയവനല്ലേ താൻ? ആ നിറഞ്ഞ സ്നേഹം കാണുവാൻ തനിക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ ശിക്ഷയാണ് താനിന്ന് അനുഭവിക്കുന്നത്. തളർന്ന മനസ്സോടെയാണ് ഉണ്ണി നടന്നത്. ഒടുവിൽ ചെന്ന് നിന്നത് ശങ്കരമംഗലത്ത്. ഗേറ്റിൽ പിടിച്ചുകൊണ്ട് ഏറെ നേരം നിന്നു. ഒടുവിൽ എന്തും വരട്ടെ എന്ന് കരുതി ഗേറ്റ് തുറന്നു. വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെയാണ് കോളിംഗ് ബെല്ലിൽ വിരലമർത്തിയത്. പിന്നെ അക്ഷമയോടെ കാത്തുനിന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാതിരുന്നപ്പോൾ ഉണ്ണി തിരിച്ചു നടക്കാൻ തുടങ്ങി. പ്രിയംവദയോ മാലുവേട്ടത്തിൽ തന്നെ കണ്ടു കാണും. അതുകൊണ്ടായിരിക്കും വാതിൽ തുറക്കാത്തത്. ആ ചിന്തയോടെ പിന്തിരിയാൻ തുടങ്ങുമ്പോഴാണ് വാതിൽ തുറക്കുന്ന നേർത്ത ശബ്ദം കേട്ടത്. ഉണ്ണി തിരിഞ്ഞു നിന്നു. വാതിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയംവദ. ഒരു തകർച്ചയിൽ എന്നോണം പ്രിയംവദയുടെ മുഖത്തേക്ക് ദൃഷ്ടികൾ ഊന്നി നിൽക്കുമ്പോൾ ഉണ്ണിയുടെ മനസ്സിലൂടെ ഗതകാല സ്മരണകൾ പടയോട്ടം നടത്തുകയായിരുന്നു.
തൻ്റെ സാമീപ്യത്തിന് വേണ്ടി കൊതിച്ചു നടന്ന പ്രിയംവദ, ജീവിതാന്ത്യം വരെ താൻ ഒപ്പമില്ലെങ്കിൽ നെഞ്ചു പൊട്ടി മരിച്ചു പോകുമെന്ന് പറഞ്ഞ പ്രിയംവദ, തൻ്റെ പ്രകാശവും പ്രചോദനവുമായിരുന്ന പ്രിയംവദ, ഒരു ദിവസം 1000 പ്രാവശ്യം കാണാൻ കൊതിച്ച മുഖം. എത്ര നേരം അങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിന്നെന്നറിയില്ല. ഒടുവിൽ എപ്പോഴും പ്രിയംവദയാണ് നിശബ്ദതയ്ക്ക് വിരാമമിട്ടത്. മാലുവേട്ടത്തെ കാണാനാണെങ്കിൽ ഏട്ടത്തിയമ്മ ഇവിടെ ഇല്ല. ശങ്കറിനെ സ്കൂളിലാക്കാൻ പോയിരിക്കുക. മറുപടിക്ക് കാത്തു നിൽക്കാതെ വാതിലടയ്ക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ കാതിലേക്ക് ഉണ്ണിയുടെ ക്ഷീണിച്ച സ്വരം അരിച്ചെത്തി. എനിക്ക് പ്രിയംവദയാണ് കാണേണ്ടത്. അവളുടെ കണ്ണുകൾ വിടർന്നു. എന്നെയോ? എന്തിന്? പിന്നെ അവൾ ഒരു നിമിഷം ഉണ്ണിയെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ആരെയും കാണണമെന്നില്ല. ഉണ്ണി അവളുടെ വാക്കുകൾ വേദനിപ്പിച്ചെങ്കിലും മാലുവേട്ടത്ത് വീട്ടിലില്ലെന്നുള്ള ആശ്വാസത്താൽ പൂമുഖത്തേക്ക് കയറി. പ്രിയംവദ വാതിലടഞ്ഞു നിൽക്കുകയാണ്. 1-2 നിമിഷം മൂഖമായി കടന്നുപോയി. പ്രിയംവദയോട് ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഉണ്ണി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒന്നും മനസ്സിലാകാതെ പ്രിയംവദ നിശബ്ദം നിന്നു. വീണ്ടും ഉണ്ണിയുടെ വാക്കുകൾ. ഞാൻ പഴയ ഉണ്ണിയായി. പ്രിയംവദയുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ശബ്ദം പതറി. പൊടുന്നനെ അവൾ മുഖമുയർത്തി. ഉണ്ണിയേട്ടൻ പറയുന്നതിൻ്റെ അർത്ഥം? ഉണ്ണിയേട്ടൻ എന്താ പറയണത്? ഇങ്ങനെ തട്ടി മുട്ടി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എല്ലാം മനസ്സിലായെങ്കിലും അവൾ അജ്ഞത നടിച്ചു. എങ്ങനെ തുടങ്ങണമെന്നറിയാതെ ഉണ്ണി കുഴങ്ങി. എനിക്ക് അടുക്കളയിൽ വേറെ ജോലിയുണ്ട് കേട്ടോ, അവൾ ഓർമ്മപ്പെടുത്തി. പണ്ട് എത്ര നേരം താൻ അടുത്തു നിന്നാലും പോകാൻ കൂട്ടാക്കാത്തവളാണ്. താൻ പൊയ്ക്കൊള്ളാൻ പറഞ്ഞാൽ പോലും കൂട്ടാക്കാത്തവൾ. ഉണ്ണിയേട്ടൻ്റെ അടുത്ത് എത്ര നേരം നിന്നാലും മതി വരൂല. പ്രിയംവദ എത്രയോ പ്രാവശ്യം തന്നോട് പറഞ്ഞിരിക്കുന്നു. എന്നിപ്പോൾ തൻ്റെ സാമീപ്യം അവൾ വെറുക്കുന്നുവോ? ഇന്ന് താൻ അവൾക്ക് അന്യനാണല്ലോ. ഉണ്ണി സ്വയം സമാധാനിച്ചു. ഇന്ന് ഞാൻ വക്കീലിനെ കാണാൻ പോവുകയാണ്, വനജയുമായുള്ള വിവാഹമോചനത്തിന്. ഉണ്ണി ഒന്ന് നിർത്തി. പിന്നെ തെല്ല് പ്രതീക്ഷയോടെ പ്രിയംവദയെ നോക്കിക്കൊണ്ട് തുടർന്നു. ഞാൻ മടങ്ങി വന്നാൽ പ്രിയംവദ എന്നോടൊപ്പം വരുമോ? എൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിന് പുതിയ പ്രകാശം പരത്താൻ പ്രിയ വരില്ലേ? അവൾ മൗനത്തിൻ്റെ വാത്മീകത്തിൽ ചുരുണ്ടുകൂടി. പറയൂ പ്രിയംവദേ, ഈ ദുഃഖസാഗരത്തിൽ നിന്നും എന്നെ കൈപിടിച്ചുയർത്തില്ലേ? ഉണ്ണിയുടെ വാക്കുകളെ തടസ്സപ്പെടുത്തിയെന്നോണം പ്രിയംവദയിൽ നിന്നും വാക്കുകൾ ഉടഞ്ഞു വീണു. ഉണ്ണിയേട്ടാ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇല്ല പ്രിയംവദേ, ഭ്രാന്തല്ല ഞാൻ പറയുന്നത്, സത്യമാണ്. ഇനിയും എന്നെ നീ ശിക്ഷിക്കരുതേ. അതൊരു യാചനയായിരുന്നു. നീ എന്നോടൊപ്പം വരണം. നമുക്കൊന്നിച്ച് ജീവിക്കാം. ഒരിക്കൽ പോലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. എന്തോ ഭ്രാന്തമായ ആവേശത്താൽ ഉണ്ണി പഴയ ഉണ്ണിയേട്ടനായി. പ്രിയംവദയുടെ മാത്രം ഉണ്ണിയേട്ടൻ. ഉണ്ണി അവളുടെ കൈകളിൽ കടന്നു പിടിച്ചു. സ്വയം മറന്ന നിമിഷങ്ങൾ. ഒരു നിമിഷം പ്രിയംവദയും പതറി. എന്ത് ചെയ്യണമെന്നറിയാൻ ഒരു നിമിഷാർത്ഥം വേണ്ടി വന്നു. പൊടുന്നനെ അവൾ ശക്തമായി കൈകൾ കുടഞ്ഞു. ചീ, നിങ്ങൾ എന്ത് വിചാരിച്ചു? ഞാനൊരു വേശ്യയാണെന്നോ? വിടാൻ, എന്നെ വിടാൻ. അവളുടെ ഭാവം മാറി, സ്വരം മാറി. അവളിൽ വന്ന മാറ്റം ഉണ്ണിയെ ഭയപ്പെടുത്തി. അവൻ പെട്ടെന്ന് കൈകൾ പിൻവലിച്ചു. പ്രിയംവദേ, ഞാൻ ആത്മാർത്ഥമായി എല്ലാവിധ പരിശുദ്ധിയോടും കൂടിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്, വിറയാർന്ന സ്വരത്തിൽ ഉണ്ണി പറഞ്ഞു. ഒരു 2ാം കെട്ടുകാരനെ ഭർത്താവായി സ്വീകരിക്കേണ്ട ഗതികേട് ശങ്കരമംഗലത്തെ പ്രിയംവദയ്ക്ക് വന്നിട്ടില്ല, അവൾ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. പ്രിയംവദേ, ദയനീയമായി ഉണ്ണി അവളെ നോക്കി. നിങ്ങൾ വസ്ത്രം മാറുന്നതുപോലെ ഭാര്യമാരെ മാറാമെന്ന് കരുതിയോ? ഉണ്ണിയേട്ടാ, ഒന്ന് നിങ്ങൾ ഓർത്തോളൂ. പ്രിയംവദയ്ക്ക് അന്തിക്കൂട്ടിനൊരു പുരുഷനെ വേണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് സാധിക്കാം. ഉണ്ണിയേട്ടൻ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, പ്രിയംവദേ, നിന്നെ കണ്ടാൽ ആര് മോഹിച്ചു പോകുമെന്നു. അവൾ ഒരു നിമിഷം നിശബ്ദയായി. പിന്നെ അകലേക്ക് മിഴികൾ അയച്ചുകൊണ്ട് തുടർന്നു. ചാണ്ടിക്കുഞ്ഞ് ആരായിരുന്നാലും നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്, പണമുള്ളവനാണ്. എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുമാണ്. ദേവസ്യ തകർത്തെറിഞ്ഞ ജീവിതം മടക്കിത്തരാൻ ചാണ്ടിക്കുഞ്ഞ് സന്നദ്ധരുമാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് അയാളുടെ ഭാര്യയായാൽ പോരെ? അവളുടെ ചോദ്യം ഉണ്ണിയുടെ ഹൃദയഭിത്തികളെ കീറി മുറിച്ചു. പ്രിയംവദേ, അയാൾ... ഉണ്ണിക്ക് വാക്കുകൾ കിട്ടിയില്ല. ആ കണ്ണുകൾ നിറഞ്ഞു. അതിന് മറുപടി എന്നോണം അവൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ മറ്റൊരാളുടേതാകുന്നത് ഉണ്ണിയേട്ടന് സഹിക്കാനാവുന്നില്ല അല്ലേ? അപ്പോൾ ഉണ്ണിയേട്ടൻ മറ്റൊരു പെണ്ണിൻ്റെ സ്വന്തമായപ്പോഴോ? അവളുടെ അതരം വിറച്ചു. മെഴികളിൽ നിന്നും നീർച്ചാലുകൾ ഒഴുകി. ഒരിക്കൽ മരണത്തെ വെറുത്ത ഞാൻ, ആകാശവും ഭൂമിയും ജീവജാലങ്ങൾ ഉള്ളിടത്തോളം ഉണ്ണിയേട്ടനോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ അന്ന് ആദ്യമായിട്ടാണ് മരണത്തെ സ്നേഹിക്കുന്നത്. ഉണ്ണിയേട്ടൻ അറിയുമോ, അന്ന് ഞാൻ മരിക്കാതിരുന്നത് മാലുവേട്ടത്തെ ഓർത്താണ്, ശങ്കരനെ, ലക്ഷ്മിയെ ഓർത്താണ്.
അവരെ തനിച്ചാക്കിയിട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ മരിക്കാതിരിക്കുന്നത് എൻ്റെ ഏട്ടന്മാരെ ഓർത്തിട്ടാണ്. ബാലേട്ടൻ പണിത സ്നേഹം കൊണ്ടുള്ള ഈ കൊട്ടാരത്തിൽ അവരുടെയൊക്കെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു നിമിഷമെങ്കിലും ഒരിക്കൽ കൂടി ജീവിക്കാനുള്ള കൊതി കൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വാക്കുകൾ പൂർത്തിയാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരു പൊട്ടിക്കരച്ചിൽ അവൾ മുഖം പൊത്തി. അവളുടെ ദുഃഖം കണ്ടു നിൽക്കാനാവാതെ ഉണ്ണി മുഖം തിരിച്ചു കളഞ്ഞു. ഞാൻ മറ്റൊരാളുടേതാകുമെന്ന് ഉണ്ണിയേട്ടൻ ഭയപ്പെടണ്ട. ഈ ജന്മത്ത് പ്രിയംവത സുമംഗലിയാകില്ല. ഉണ്ണിയേട്ടനെ പോലെ ഹൃദയമില്ലാത്തവളല്ല ഞാൻ. സ്നേഹത്തിന്റെ അമൃതിൽ ഒരു തുള്ളി വിഷം പോലും കലർത്താൻ എനിക്കാവില്ല. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. മേലിൽ ഉണ്ണിയേട്ടൻ എന്നെ കാണാൻ വരരുത്. എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ ഇഷ്ടമില്ല. അവൾ കതക് വലിച്ചടച്ച് പിന്തിരിഞ്ഞോടി. ഉണ്ണി സ്തബ്ധനായി. തൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റുന്നു. തൻ്റെ സങ്കല്പത്തിനും ഉയരത്തിലാണ് പ്രിയംവത. തൊട്ടാവാടിയെന്ന് താൻ കരുതിയ പെൺകുട്ടി, ശങ്കരമംഗലത്തെ ചെല്ലക്കിളി, ഇന്നവൾ അതിനെല്ലാം അപ്പുറത്താണ്. ഇനി ഒരിക്കലും പ്രിയംവത തനിക്കായി കാത്തിരിക്കില്ല. അവൾ തനിക്ക് സ്വപ്നം മാത്രമാണ്. തിരിച്ചു നടക്കുമ്പോൾ തേങ്ങിപ്പോയി. വിങ്ങി പൊട്ടുമെന്നായപ്പോൾ അതരങ്ങൾ കടിച്ചമർത്തി. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ദേവിക ഉണ്ണിയെ പ്രതീക്ഷിച്ചിട്ടെന്നോണം നിൽക്കുകയായിരുന്നു. ദേവികയുടെ നോട്ടത്തിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഉണ്ണിയേട്ടൻ വക്കീലിനെ കണ്ടിട്ടാണോ വരുന്നത്, അതോ പ്രിയംവതയെ കണ്ടിട്ടോ? നിരാശ പടർന്ന ഉണ്ണിയേട്ടൻ്റെ മുഖം കണ്ടപ്പോൾ ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. ഉണ്ണി ദേവികയെ ഒന്ന് നോക്കിയിട്ട് കിടപ്പുമുറിയിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനും വന്നില്ല. വിശപ്പില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് ദേവിക്ക് അറിയാമായിരുന്നു. പ്രിയംവത സമ്മതിച്ചു കാണില്ല. അവൾ സ്വന്തമെന്ന് കരുതിയ ഉണ്ണിയേട്ടൻ മറ്റൊരുവൾക്ക് താലി ചാർത്തിയപ്പോഴേ പ്രിയംവതയിൽ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. പാവം പ്രിയംവത, ഇനി അവൾക്കൊരു ജീവിതം ഉണ്ടാകുമോ? അന്ന് വൈകിട്ട് കുറുപ്പമ്മാവൻ വീട്ടിൽ വന്നു. വർദ്ധിച്ച സന്തോഷത്തോടെയാണ് രേവതി അമ്മ കുറുപ്പമ്മാവനെ സ്വീകരിച്ചത്. എത്ര ദിവസമായി കുറുപ്പേട്ടനെ ഞാൻ തിരക്കുന്നു, ഇവിടെങ്ങും ഇല്ലായിരുന്നോ? രേവതിയമ്മ തെല്ല് പരിഭവത്തോടെ ചോദിച്ചു. മകന്റെ ജോലി സ്ഥലത്ത് പോയിരിക്കുമായിരുന്നു രേവതിയമ്മേ. അടുത്ത ഞായറാഴ്ച അവൻ വരും. വന്ന് പെണ്ണിനെ ഒന്ന് കാണട്ടെ. അത് കഴിഞ്ഞാലുടൻ കല്യാണം. എന്താ? വിജയഭാവത്തോടെ കുറുപ്പ് നിവർന്നു നിന്നു. മതി കുറുപ്പേട്ട, എത്രയും പെട്ടെന്ന് കല്യാണം നമുക്ക് നടത്തണം. ദേവികയുടെ പ്രായത്തിലുള്ളവർക്ക് കൊച്ചുങ്ങൾ 1-2 ദേവികയോട് പറഞ്ഞേക്കണം ഒരുങ്ങി നിന്നോളാൻ. ഇപ്പോഴത്തെ ആമ്പിള്ളാരല്ലേ, അവരുടെ നോട്ടത്തിൽ എവിടാ കുറ്റം കണ്ടെത്തുന്ന അറിയാൻ പറ്റത്തില്ലല്ലോ. വാതിൽ പാളികൾക്ക് മറവിൽ നിന്നുകൊണ്ട് ദേവിക എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കുറ്റം കണ്ടുപിടിക്കാൻ വരട്ടെ, വന്നതുപോലെ പൊയ്ക്കോളും. കുറുപ്പ് ചേട്ടൻ പോയി കഴിഞ്ഞു. രേവതി അമ്മ സന്തോഷവതിയായിരുന്നു. എടി മോളെ, ഞായറാഴ്ച പ്രഫുല്ലചന്ദ്രൻ വരും. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നാ കുറുപ്പേട്ടൻ പറയണത്. ഈശ്വരന്റെ കടാക്ഷം എന്ന് പറഞ്ഞാ മതി. ഹോ, എന്റെ നേർച്ച കാഴ്ചകൾക്ക് ഫലമുണ്ടായല്ലോ ഭഗവതി. രേവതിയമ്മ തൊഴുകൈകളോടെ നിന്നു. രേവതിയമ്മ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഉണ്ണി അവിടേക്ക് വന്നത്. എടാ ഉണ്ണി, നീ കുറുപ്പേട്ടൻ പറഞ്ഞത് കേട്ടോ? പ്രഫുല്ലചന്ദ്രൻ ഞായറാഴ്ച ഇവളെ കാണാൻ വരുമെന്ന്. എന്റെ ജീവിതമോ അമ്മ കാരണം തകർന്നു. ഇനി ഇവളുടെ ജീവിതം കൂടി തകർക്കാതെ അമ്മ സമ്മതിക്കില്ല അല്ലേ? ഉണ്ണി പിറുപിറുത്തു. പോടാ, ഇത്രയും നല്ല ബന്ധം വേറെ എവിടെ കിട്ടുമടാ? കസേരയിൽ ഇരുന്നുള്ള പണിയാ. എത്ര വലിയ ഓഫീസറാ പ്രഫുല്ലചന്ദ്രൻ. കുറുപ്പമ്മാവൻ പറഞ്ഞുള്ള അറിവല്ലേ അമ്മയ്ക്കുള്ളൂ. അവൻ ആരാണെന്ന് അമ്മയ്ക്കറിയാവോ? അവൻ എത്ര സംബന്ധമുണ്ടെന്നും കണക്കെടുക്കണമ്മയ്ക്ക് അവൻ ജോലി ചെയ്ത സ്ഥലത്തൊക്കെ അന്വേഷിക്കേണ്ടി വരും. അതെങ്ങനാ? കുറുപ്പമ്മാവന്റെ മകനല്ലേ. നീ എന്ത് പറഞ്ഞടാ? നല്ല ബന്ധം വന്നപ്പോൾ മുട്ടാന്യായം പറയുന്നു. എടാ, ഒന്നുമില്ലേലും ജയിലിൽ കിടക്കുന്ന ശങ്കരമംഗലത്തെ ചെറുക്കനേക്കാൾ യോഗ്യനല്ലേ പ്രഫുല്ലചന്ദ്രൻ. ആരെന്ത് പറഞ്ഞാലും ഈ കല്യാണം ഞാൻ നടത്തും. രേവതി അമ്മയുടെ വാക്കുകൾ ദൃഢമായിരുന്നു. എൻ്റെ മുന്നിൽ ജയേട്ടനേക്കാൾ യോഗ്യനായി മറ്റൊരാളില്ല. കുറുപ്പമ്മാവന്റെ മകനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് അമ്മയ്ക്ക് നിർബന്ധമെങ്കിൽ എൻ്റെ ശവത്തിലെ അയാൾക്ക് താലി ചാർത്താനാകൂ. തീർച്ച. ദേവിക പിന്നെ അവിടെ നിന്നില്ല. ഉണ്ണിയേട്ടൻ തൻ്റെ ഭാഗത്താണെന്നറിഞ്ഞപ്പോൾ ദേവികയ്ക്ക് തെല്ല ആശ്വാസം തോന്നി. ആണായിട്ട് കൂടി ഉണ്ണിയേട്ടനെ വരച്ച വരയിൽ നിർത്താൻ അമ്മയ്ക്ക് കഴിഞ്ഞു. അന്ന് മുഴുവൻ അവൾ ഒരേ കിടപ്പിൽ കിടന്നു. തനിക്ക് അഭയം തരുവാൻ ജയേട്ടൻ ഇന്ന് കഴിയില്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഒരിക്കലും തനിക്ക് ഭയപ്പെടേണ്ടി വരില്ല. എങ്ങനെയാണ് രക്ഷപ്പെടുക? അവൾക്കൊരെത്തും പിടിയും കിട്ടിയില്ല. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ഞായറാഴ്ച പ്രഫുല്ലചന്ദ്രൻ വരുന്ന ദിവസം രാവിലെ തന്നെ രേവതി അമ്മ അടുക്കളയിൽ ജോലി ആരംഭിച്ചു. ദേവിക അങ്ങോട്ട് കടന്നു ചെന്നപ്പോഴേക്കും രേവതി അമ്മ സ്നേഹത്തോടെ ശാസിച്ചു. വേണ്ട, നീ വേഗം കുളിച്ച് വേഷം മാറാൻ നോക്കും. ചെല്ല്. അവൾ പിന്തിരിഞ്ഞു. അമ്മയുടെ ഒരുക്കം വെറുതെ ആകുമല്ലോ എന്ന് അവൾ ഓർത്തു. താൻ മരിക്കേണ്ടി വന്നാലും അമ്മയുടെ ആഗ്രഹം നടക്കില്ല.
ജീവിക്കുന്നെങ്കിൽ ജയേട്ടനോടൊപ്പം, അതല്ലെങ്കിൽ മരിക്കുക. 10 മണി കഴിഞ്ഞപ്പോൾ പ്രഫുല്ലചന്ദ്രനോടൊപ്പം കുറുപ്പമ്മാവും വന്നു. എടി ദേവികെ, മതി ഒരുങ്ങിയത്, വെക്കം വാ. രേവതിയമ്മ തിടുക്കം കൂട്ടി. ദേവിക അണിഞ്ഞൊരുങ്ങിയില്ല. കുളി കഴിഞ്ഞ് ഏറ്റവും പഴയ സാരിയാണ് ഉടുത്തത്. എന്തിനാണ് ഒരുങ്ങുന്നത്? പ്രഫുല്ലചന്ദ്രൻ ഒരിക്കലും തന്നെ കിട്ടില്ല. ദേവിക അടുക്കളയിൽ ചെന്നപ്പോൾ രേവതിയമ്മ അരിശപ്പെട്ടു. ഇതിലും പഴയ സാരിയൊന്നും ഇല്ലായിരുന്നോടി ആസത്തെ. അവളുടെ ഒരു അഹങ്കാരം. പോയി നല്ല സാരി ഉടുത്തോണ്ട് വാടി. കുറുപ്പമ്മാവിൻ്റെ മകൻ കല്യാണം കഴിക്കുന്നത് എന്നെയാണോ അതോ എൻ്റെ സാരിയാണോ? അവൾക്ക് ദേഷ്യം വന്നു. തർക്കുത്തരം പറയുന്നോ? ശുഭലക്ഷണം വേണ്ടതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. രേവതിയമ്മ പിന്നെ ആത്മകഥം പൊഴിച്ചു. അതെങ്ങനാ? ശങ്കരമംഗലത്തെ പിഴച്ചവളുമായിട്ടല്ലേ കൂട്ട്? ദേവിക മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ഉണ്ണി അടുക്കളയിലേക്ക് കയറി വന്നു. നീ എങ്ങോട്ടാടാ ഇത്ര രാവിലെ? വേഷം മാറി വന്ന ഉണ്ണിയെ നോക്കി രേവതിയമ്മ ചോദിച്ചു. പാടത്ത് പോയിട്ട് വരാം. ഉണ്ണി ഒരു ഗ്ലാസ് കാപ്പി എടുത്തു കുടിച്ചു. തിണ്ണയിലിരിക്കുന്നത് ആരാണെന്ന് നീ കണ്ടില്ലേ? നീ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ അവരെന്ത് വിചാരിക്കുമെടാ? രേവതിയമ്മയ്ക്ക് കലിയാണ് ഉണ്ടായത്. അവരൊന്നും വിചാരിക്കില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിസ്ഥിരതയൊന്നും അവർക്കില്ല. എന്തു പറഞ്ഞടാ നീ? പുറത്തിരിക്കുന്നവർ കേൾക്കാതിരിക്കാൻ ശബ്ദം തീരെ കുറച്ചാണ് രേവതിയമ്മ സംസാരിച്ചത്. ഞാനോ ബലിയാടായി. ഇനി ഇവളെ കൂടി ബലി കൊടുക്കുന്നതിന് സാക്ഷിയാവാൻ എന്നെക്കൊണ്ട് വയ്യ. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഉണ്ണി അടുക്കളയിലൂടെ പിൻവശത്തേക്ക് ഇറങ്ങി നടന്നു. അരിശപ്പെട്ട് ഉണ്ണിക്ക് നേരെ തിരിയാൻ തുടങ്ങപ്പോഴാണ് കുറുപ്പമ്മാവൻ വിളിച്ചത്. രേവതിയമ്മേ. തികട്ടി വന്ന കോപം ഉള്ളിലൊതുക്കി രേവതിയമ്മ തിണ്ണയിലേക്ക് ചെന്നു. ഇവന് തീരെ അവധിയില്ല. നാളെ തന്നെ ജോലിക്ക് കയറേണ്ടതാ. ഉച്ച കഴിഞ്ഞ് ഇവന് ജോലി സ്ഥലത്തേക്ക് പോകണം. ദേവിക എവിടെ? ഇപ്പോൾ വിളിക്കാമല്ലോ. രേവതിയമ്മ വീണ്ടും അടുക്കളയിലെത്തി. നോക്കി നിൽക്കാതെ കാപ്പി എടുത്തുകൊണ്ട് തിണ്ണയിലോട്ട് ചെല്ലടി. ദേവിക 2 ഗ്ലാസ് കാപ്പിയുമായി തിണ്ണയിലേക്ക് നടന്നു. എടി അസത്തെ, വേണ്ടാതീനമൊന്നും കാണിച്ചു വെച്ചേക്കരുത്, രേവതിയമ്മ ഓർമ്മിപ്പിച്ചു. അവരുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കുമോന്നായിരുന്നു പേടി. ദേവിക കാപ്പിയുമായി ചെല്ലുമ്പോൾ കുറുപ്പമ്മാവൻ അവളെ നോക്കി ചിരിച്ചു. പിന്നെ മകനോടായി പറഞ്ഞു. ഇവളെ നീ കണ്ടിട്ടുള്ളതല്ലേ, എന്നാലും നല്ലോണം കണ്ടോണം. പിന്നെ എനിക്ക് കുറ്റം വരരുത്. പ്രഫുല്ലചന്ദ്രൻ അടിമുടി ദേവിക ആർത്തിയോടെ നോക്കി. ഇവൾ കൊള്ളാമെന്ന് മനസ്സിൽ പറയുകയും ചെയ്തു. ദേവിക മുഖമുയർത്തുകയോ അവനെ നോക്കുകയോ ചെയ്തില്ല. അവൾ വേഗം അകത്തേക്ക് പോവുകയും ചെയ്തു. അവൾ വലിയ നാണക്കാരിയാ. ആണുങ്ങൾ ആരേലും മുറ്റത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൾ അടുക്കളയിൽ ഓടി ഒളിക്കും. രേവതിയമ്മ മകളെ പുകഴ്ത്തി. എന്നാലും എൻ്റെ രേവതിയമ്മേ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇത് വേണോ എന്ന മട്ടിൽ കുറുപ്പമ്മാവൻ രേവതിയെ നോക്കി ചിരിച്ചു. എന്താടാ പ്രഫുല്ലചന്ദ്ര, കല്യാണം ഉറപ്പിച്ചേക്കട്ടെ? കുറുപ്പ് ചോദിച്ചു. എല്ലാം നിങ്ങൾ തീരുമാനിച്ചോ? പ്രഫുല്ലചന്ദ്രൻ പറഞ്ഞു. എന്നാൽ രേവതിയമ്മേ, ഞങ്ങൾ ഇറങ്ങുന്നു. അടുത്ത ആഴ്ച തന്നെ കല്യാണം ഉറപ്പിക്കാം. നല്ലൊരു ജ്യോത്സ്യരെ കണ്ട് തീയതി നിശ്ചയിച്ചുകൊണ്ട് വരാം. കുറുപ്പ് എഴുന്നേറ്റു. അവർ പോയി കഴിഞ്ഞപ്പോൾ രേവതിയമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഗോവിന്ദമേനോൻ അന്ന് ചാവടിയിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല. അത് അനുഗ്രഹമായെന്ന് രേവതിയമ്മയ്ക്കും തോന്നി. ഗോവിന്ദമേനോന് പണ്ട് മുതലേ കുറുപ്പിന് ഇഷ്ടമല്ല. ആ സ്ഥിതിക്ക് എന്തെങ്കിലും പറഞ്ഞു പോയാൽ തൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റും. എങ്കിലും ഭർത്താവിനോട് കാര്യങ്ങൾ പറയണമല്ലോ എന്നോർത്ത് രേവതിയമ്മ ഗോവിന്ദമേനോൻ്റെ അടുത്തെത്തി. കുറുപ്പ് ചേട്ടൻ്റെ മകൻ ദേവികയെ വന്നു കണ്ടു. ഇഷ്ടപ്പെട്ടിട്ടാ പോയിരിക്കുന്നത്. അടുത്ത ആഴ്ച അവർ തീയതി കുറിപ്പിച്ചുകൊണ്ട് വരും. ഒരു കടമ നിർവഹിക്കുന്ന മട്ടിലാണ് പറഞ്ഞത്. ഗോവിന്ദമേനോൻ അത് കേട്ടെങ്കിലും പ്രതികരിച്ചില്ല. രേവതിയമ്മ പോയി കഴിഞ്ഞപ്പോൾ നിശബ്ദം അയാൾ കരഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുറുപ്പ് കല്യാണ തീയതിയും കുറിച്ചുകൊണ്ട് വന്നു. വിവാഹം ഉറപ്പിക്കുന്നത് വരെ ആരെ അറിയിക്കേണ്ടെന്ന് കുറുപ്പ് പറഞ്ഞതനുസരിച്ച് രേവതിയമ്മ ആരെ അറിയിച്ചില്ല. ചിങ്ങം 10-നാണ് വിവാഹം നിശ്ചയിച്ചത്. നല്ല മുഹൂർത്തം. 1 മാസം കൂടിയുണ്ട് എല്ലാവരെയും ക്ഷണിക്കാൻ. ധാരാളം സമയമുണ്ട്. തീയതി നിശ്ചയിച്ചതോടെ ദേവികയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ജയേട്ടൻ വരുമെന്നുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഒരു ദിവസം അവൾ ശങ്കരമംഗലത്ത് ചെന്നു. മാലതിയെയും പ്രിയംവതയും കണ്ട ഉടനെ ദേവിക പൊട്ടിക്കരയാൻ തുടങ്ങി. മാലുവേട്ടത്തി, ജയേട്ടൻ കല്യാണത്തിന് മുമ്പ് വരുവോ? മറുപടി പറയാനാകാതെ മാലതി നിശ്ചലം നിന്നു. മാലുവേട്ടത്തി പറയേ, എൻ്റെ ജയേട്ടൻ വരുവോ? അവൾ വീണ്ടും ചോദിച്ചു. അപ്പോഴും മാലതിക്ക് മറുപടിയില്ലായിരുന്നു. ജയേട്ടൻ്റെ അടുത്ത് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ മാലുവേട്ടത്തി? ജയേട്ടൻ ജയിലിലാണെങ്കിലും എൻ്റെ കഴുത്തിലൊരു താലി ചാർത്തിയാൽ മതി. മരണം വരെ ഞാൻ ജയേട്ടന് വേണ്ടി കാത്തിരുന്നോളാം. അവൾ ഉച്ചത്തിൽ കരഞ്ഞു. ദേവികെ, മാലതി അവളുടെ തോളിൽ മെല്ലെ പിടിച്ചു. കരഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല മോളെ. ജയൻ വരുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നീ ഈ വിവാഹത്തിന് സമ്മതിക്കൂ.
കഠിനമായ ദുഃഖത്തോടെയാണ് മാലതി പറഞ്ഞത്. മാലുവേട്ടത്തി. ദേവികയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാലുവേട്ടത്തി തന്നെയാണോ ഈ പറയണത്? പറയാതിരിക്കാൻ വയ്യ ദേവികെ. കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയാനുള്ള ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം കരുതുക. ഇല്ല ഇല്ല. അവൾ ഒരു തേങ്ങലോടെ മുഖം പൊത്തി. ചിങ്ങം 10-നാണ് എൻ്റെ വിവാഹം. 9-ാം തീയതി പുലർച്ചെ വരെ ജയേട്ടൻ്റെ വരവും കാത്ത് ഞാൻ ഉറങ്ങാതെ ഇരിക്കും. ജയേട്ടൻ വന്നില്ലെങ്കിൽ പിന്നെ അന്നത്തെ സൂര്യൻ ഉദിക്കുന്നത് ഈ ദേവികയുടെ മരണം വിളിച്ചറിയിച്ചുകൊണ്ടായിരിക്കും. മാലുവേട്ടത്തെ ഒരു സഹായം മാത്രം ചെയ്താൽ മതി. എന്നെങ്കിലും ഒരിക്കൽ ജയിലിൽ നിന്ന് വരുന്ന ജയേട്ടനോട് പറയണം, ദേവിക അവസാനം വരെ കാത്തിരുന്നെന്ന്. ദേവിക പുറത്തേക്കോടി. കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായ് പൊത്തിപ്പിടിച്ചു. ചാണ്ടിക്കുഞ്ഞിൻ്റെ ക്ഷമ നശിച്ചു കഴിഞ്ഞിരുന്നു. പ്രിയംവദയെ കണ്ടിട്ട് ദിവസങ്ങളും മാസങ്ങളുമായിരിക്കുന്നു. അവൾ തന്നിൽ നിന്ന് ഒളിക്കുകയാണ്. നല്ല പിള്ള ചമഞ്ഞ് അവളെ വശീകരിക്കാമെന്ന് കരുതിയ താനൊരു വിഡ്ഢിയാണ്. അവളുടെ മുന്നിൽ താൻ എത്ര നല്ലവൻ ചമഞ്ഞാലും കന്നുകുഴിയിലെ ദേവസ്യയെ കാണുന്ന കണ്ണോടെ തന്നെ അവൾ കാണും. ഇനി അവളുടെ സ്നേഹം പിടിച്ചുപറ്റാനുള്ള ഒരു വിദ്യയും വേണ്ട. ചാണ്ടിക്കുഞ്ഞിൻ്റെ യഥാർത്ഥ മുഖം അവൾ കാണട്ടെ. മുത്തുസ്വാമിയുടെ അധോലോക സാമ്രാജ്യത്തിലെ 1-ാം നമ്പറുകാരനായ ചാണ്ടിക്കുഞ്ഞ്. അന്ന് തന്നെ ചാണ്ടിക്കുഞ്ഞൊരു കാറ് വിലയ്ക്ക് വാങ്ങി. വലിയൊരു ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ ആദ്യപടി. പിറ്റേന്ന് മുതൽ കാറിൽ ചാണ്ടിക്കുഞ്ഞ് ഗ്രാമത്തിലൂടെ ചുറ്റിയടിച്ചു. കഴുകൻ കണ്ണുകൾ പ്രിയംവദയെ തേടി. ചേട്ടൻ തോറ്റിയെടുത്ത് അനുജൻ ജയിക്കണമെങ്കിൽ ഇനിയും സമയം കളയാൻ പാടില്ല. പ്രിയംവദയുടെ സഹോദരന്മാരുടെ ശിക്ഷ അവസാനിക്കാറായിരിക്കുന്നു. അതിനു മുമ്പ് അവളെ അനുഭവിക്കണം. എവിടെ വെച്ച് കണ്ടാലും കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പോടെയാണ് ചാണ്ടിക്കുഞ്ഞിൻ്റെ പരക്കം പാച്ചിൽ. പ്രിയംവദ തൻ്റെ കരവലയത്തിൽ ഒതുങ്ങുന്നത് വരെ ഊണും ഉറക്കവും അയാൾ ഉപേക്ഷിച്ചു. ഒരാഴ്ച ചുറ്റിയടിച്ചിട്ടും പ്രിയംവദയെ കാണാതിരുന്നപ്പോൾ കടുത്ത നിരാശ തോന്നി. ഇനി നേരെ ശങ്കരമംഗലത്തേക്ക് ചെല്ലുക, അവിടെ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവരിക. ആ തീരുമാനത്തോടെയാണ് അടുത്ത ദിവസം ചാണ്ടിക്കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി പ്രിയംവദ നടന്നു വരുന്നത് കണ്ടത്. വർദ്ധിച്ച സന്തോഷത്തോടെ ചാണ്ടിക്കുഞ്ഞ് കാറ് അല്പമകലെ മാറ്റി നിർത്തി. പരിസരത്തെങ്ങും ആരെയും കാണാതിരുന്നതുകൊണ്ട് ഇത് തന്നെ പറ്റിയ സന്ദർഭമെന്ന് മനസ്സിൽ കരുതി. മാലതിക്ക് സുഖമില്ലാതിരുന്നതുകൊണ്ട് 2 ദിവസമായി ശങ്കരനെ സ്കൂളിലാക്കുന്നത് പ്രിയംവദയാണ്. ചാണ്ടിക്കുഞ്ഞ് കാറ് വാങ്ങിയ വിവരം അറിയാതിരുന്നതുകൊണ്ട് ദൂരെ കിടക്കുന്ന കാറ് കണ്ടിട്ടും പ്രത്യേകിച്ച് അവൾക്കൊന്നും തോന്നിയില്ല. അവൾ കാറിനടുത്തെത്തിയതും ചാണ്ടിക്കുഞ്ഞ് ഹൃദ്യമായ പുഞ്ചിരിയോടെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ചാണ്ടിക്കുഞ്ഞിനെ കണ്ടതും പ്രിയംവദ നടുങ്ങി തെറിച്ചുപോയി. എന്താ പ്രിയംവദേ, ഇപ്പോഴും എന്നെ ഭയമാണോ? അവൻ മുന്നോട്ടഴഞ്ഞു. അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയ പ്രിയംവദ നടക്കാൻ തുടങ്ങിയതും ചാണ്ടിക്കുഞ്ഞ് ക്ലോറോഫിൻ മുക്കിയ തൂവാല അവളുടെ മുഖത്ത് പതിപ്പിച്ചതും ഒന്നിച്ചായിരുന്നു. എന്നെ വിടൂ, എന്നെ ഒന്നും ചെയ്യരുതേ. ചാണ്ടിക്കുഞ്ഞിൻ്റെ കൈകളിൽ കിടന്ന് അവൾ യാചിച്ചു. പ്രിയംവദയുടെ ബോധം മറയുന്നത് വരെ നോക്കി ക്രൂരമായ മന്ദഹാസത്തോടെയാണ് ചാണ്ടിക്കുഞ്ഞ് നിന്നു. ഒടുവിൽ അവളുടെ ബോധം മറഞ്ഞെന്ന് ഉറപ്പു വന്നപ്പോൾ കാറിൻ്റെ പിൻസീറ്റിൽ അവളെ കിടത്തി. പിന്നെ ചാണ്ടിക്കുഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടിക്കയറി. ചാണ്ടിക്കുഞ്ഞിൻ്റെ ബംഗ്ലാവിലേക്ക് കാർ കുതിച്ചു പാഞ്ഞു. ബംഗ്ലാവിലെത്തുമ്പോഴും പ്രിയംവദ മയക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നില്ല. മുത്തുസ്വാമിയെ വഞ്ചിച്ച് കോടിക്കണക്കിന് പണം സ്വന്തമാക്കിയപ്പോഴുണ്ടായ സന്തോഷമായിരുന്നു ചാണ്ടിക്കുഞ്ഞിന്. ഒരു സാമ്രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ച ഭാവം. തളർന്നു മയങ്ങുന്ന പ്രിയംവദയെ കുറേ നേരം അയാൾ നോക്കി നിന്നു. ശാലീനത ഓളം വെട്ടുന്ന മുഖവും ഉയർന്നു താഴ്ന്ന മാറിടവും തങ്ക നിറമാർന്ന ശരീരവും. കാമാന്തതയിൽ ചാണ്ടിക്കുഞ്ഞിന് ഭ്രാന്ത് പിടിച്ചു. ഒരു മുയൽക്കുഞ്ഞിനെ എന്നോണം അവളെ പൊക്കിയെടുത്ത് ബംഗ്ലാവിലെ തൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. അവളുടെ വസ്ത്രങ്ങൾ ഒന്നൊന്നായി അഴിച്ചു മാറ്റുമ്പോൾ മനസ്സ് പിറുപിറുത്തു. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാടി ഞാൻ ഈ ബംഗ്ലാവ് പണിതത്. ഇത്രയും നാൾ നിന്റെ പിന്നിലെ സ്നേഹം നടിച്ചു നടന്നത്. കന്നുകുഴിയിലെ ദേവസ്യ പരാജയപ്പെട്ടെടുത്ത് അനുജൻ ചാണ്ടിക്കുഞ്ഞിന് ജയിക്കണമായിരുന്നു. മയങ്ങിക്കിടക്കുന്ന പ്രിയംവദയെ നോക്കി ചാണ്ടിക്കുഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അലമാരയിൽ നിന്ന് വിസ്കി കുപ്പിയെടുത്ത് 1-2 പെഗ് കൂടി കുടിച്ചു. പിന്നെ അവളെ കടന്നാക്രമിച്ചു. ക്രൂരമായ പ്രതിഹാരദാഹത്തോടെയായിരുന്നു ചാണ്ടിക്കുഞ്ഞിൻ്റെ പെരുമാറ്റം. പിന്നെയും കുറേ നിമിഷങ്ങൾ കഴിഞ്ഞാണ് പ്രിയംവദ ഉണർന്നത്. പാതി തുറന്ന കണ്ണുകൾ ചുറ്റുപാടും പരതി നടന്നു. താൻ എവിടെയാണ് കിടക്കുന്നത്? ഒരു നടുക്കത്തോടെ അവൾ പിടഞ്ഞെണീക്കുമ്പോൾ മറ്റൊരു സത്യം അവൾ അറിഞ്ഞു. താൻ നശിച്ചിരിക്കുന്നു. മുറിയാകെ ഒരിക്കൽ കൂടി കണ്ണോടിക്കുമ്പോൾ താൻ കിടന്ന ബെഡിൽ ചാരിയിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ചാണ്ടിക്കുഞ്ഞിനെ കണ്ടു. ദൈവമേ! ഒരു തേങ്ങലോടെ അവൾ തറയിൽ ചിതറിക്കിടന്ന വസ്ത്രങ്ങൾ വാരി ചുറ്റി നഗ്നത മറച്ചു. പിന്നെ ദയനീയമായി ചാണ്ടിക്കുഞ്ഞിനെ നോക്കി. ചാണ്ടിക്കുഞ്ഞ്
അപ്പോഴും ക്രൂരമായി മന്ദഹസിച്ചു. നടന്നതൊക്കെയും മനസ്സിലാക്കിയപ്പോഴേക്കും പ്രിയംവദ തകർന്നുപോയി. ഒരു പൊട്ടിക്കരച്ചിൽ. ചാണ്ടിക്കുഞ്ഞ് സാവധാനം അവൾക്ക് അടുത്തെത്തി. പ്രിയംവദേ, അയാൾ വിളിച്ചു. അവളുടെ കരച്ചിലിന് ശക്തി കൂടിയതേയുള്ളൂ. ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത് നിന്റെ സമ്മതത്തിന് വേണ്ടിയായിരുന്നു. നീ അതിന് തയ്യാറാകാതെ വന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു സാഹസം ചെയ്യേണ്ടി വന്നത്. നീ കരയുകയൊന്നും വേണ്ട. ചാണ്ടിക്കുഞ്ഞ് ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ മുഖത്തു നിന്ന് അവളുടെ കൈകൾ പിടിച്ചു മാറ്റി. നിന്നെ ഞാൻ സ്വീകരിച്ചോളാം. നിനക്കിവിടെ എൻ്റെ ഭാര്യയായി ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാം. എന്താ, നിനക്ക് സമ്മതമാണോ? ഇല്ല, ഞാൻ പാവമാണ്, എന്നെ വെറുതെ വിടൂ. തേങ്ങലിനിടയിലും അവൾ ചിലമ്പിച്ച സ്വരത്തിൽ പറഞ്ഞു. വെറുതെ വിടാനോ? അങ്ങനെ വെറുതെ വിടാനായിരുന്നെങ്കിൽ ഇത്രയും നാൾ നിന്റെ പിന്നാലെ നടക്കണമായിരുന്നോ? ചാണ്ടിക്കുഞ്ഞ് ചിരിച്ചു. ഹെടി, കന്നുകുഴിയിലെ ദേവസിയുടെ അനുജനായതുകൊണ്ടല്ലേ നിനക്കെന്നെ വേണ്ടാത്തത്? അതോ പള്ളിയിലെ ഫണ്ടാരക്കുറ്റി മോഷ്ടിച്ചതുകൊണ്ടോ? അതുകൊണ്ടല്ല, ഞാൻ പാവമാണ്, എന്നെ ഉപദ്രവിക്കരുതേ. അത്രയും പറയാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ സ്വീകരിച്ചോളാമെന്ന് പറഞ്ഞത്. ദേ നോക്ക്, ഇന്നെനിക്ക് ആവശ്യത്തിലേറെ പണമുണ്ട്. നിനക്കിവിടെ രാജകുമാരിയായി ജീവിക്കാം. എന്താ? വേണ്ട വേണ്ട, അവൾ ഇരു കൈകളും ഇളക്കി പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട. ഏതായാലും ഇന്ന് നിന്നെ കിട്ടിയതല്ലേ. ഇപ്പോഴാണെങ്കിൽ നിനക്ക് ബോധവും ഉണ്ട്. വരൂ. ചാണ്ടിക്കുഞ്ഞ് അവളെ കോരിയെടുത്ത് കട്ടിലേക്കിട്ടു. എന്നെ നശിപ്പിക്കരുത്, ഞാൻ ചാകും. അവളുടെ വാക്കുകൾ കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. ഹെടി, എത്ര പേരുടെ മരണം നേരിൽ കണ്ടവനാണ് ഞാൻ. എത്ര പേരെ ഈ കൈകൾ കൊണ്ട് കാലപുരിക്ക് അയച്ചിരിക്കുന്നു. മരണമെന്ന് കേട്ടാൽ ഈ ചാണ്ടിക്കുഞ്ഞിൻ്റെ മനസ്സലിയില്ല. വീണ്ടും അയാൾ പ്രിയംവദയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. പോകുന്നതിന് മുമ്പ് ചാണ്ടിക്കുഞ്ഞ് അവളെ ഓർമ്മിപ്പിച്ചു. ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളൂ. മറ്റാരെങ്കിലും അറിഞ്ഞാൽ ക്ഷീണം നിനക്കാണ്. നിന്റെ ചേട്ടന്മാരുടെ ശിക്ഷ തീരാറായിരിക്കുകയാണ്. അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഇതറിയാൻ ഇട വന്നാൽ ഒന്നുകിൽ അവരെന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ അവരെ കൊല്ലും. രണ്ടിലേതാണെങ്കിലും നഷ്ടം നിനക്കും നിന്റെ ഏട്ടത്തെ അമ്മയ്ക്കുമാണ്. വേഗം വേഷം മാറി പുറത്തേക്ക് പോയിക്കോളൂ. വിതുമ്പി വന്ന കരച്ചിൽ കടിച്ചമർത്തി അവൾ വസ്ത്രം ധരിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ചാണ്ടിക്കുറഞ്ഞ കുഞ്ഞ് പറഞ്ഞത് ശരിയാണ്. എന്ത് സംഭവിച്ചാലും നഷ്ടം തനിക്കാണ്. താൻ നശിച്ചാലും സംഭവിച്ചതൊന്നും ആരും അറിയാതിരിക്കട്ടെ. തുറന്നു കിടന്ന ഗേറ്റിലൂടെ പുറത്തേക്ക് വരുമ്പോൾ എതിരെ നടന്നു വരുന്ന ഉണ്ണിയേട്ടനെ കണ്ടു. ഒരു സ്ഫോടനം. ഉണ്ണിയും പ്രിയംവദയെ കണ്ടു. ഒരു നിമിഷാർദ്ധം അവർ പരസ്പരം നോക്കി നിന്നു. ഉണ്ണിയുടെ നോട്ടം അവളുടെ അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന തലമുടിയിലും സ്ഥാനം തെറ്റിയ വസ്ത്രങ്ങളിലുമൊക്കെ ഇഴഞ്ഞു നടന്നു. എന്തോ വലിയ ദുരന്തം നടന്നുവെന്ന് അവളുടെ മുഖം വിളിച്ചറിയിക്കുന്നു. ഉണ്ണിയുടെ നോട്ടത്തെ നേരിടാനാവാതെ പ്രിയംവദ മുഖം വെട്ടിത്തിരിച്ച് മുന്നോട്ട് നടക്കവേ ഒരു കുതിപ്പിൽ ഉണ്ണി അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. പ്രിയംവദേ, എന്താണുണ്ടായത്? പറയ്, നീ എന്തിന് ചാണ്ടിക്കുഞ്ഞിന്റെ വീട്ടിൽ വന്നു? ഉണ്ണി ശബ്ദമുയർത്തി ചോദിച്ചു. സങ്കടത്തെക്കാൾ ഉപരി അവൾക്ക് കോപമാണ് ഉണ്ടായത്. തന്നെ ഈ നിലയിലാക്കിയത് ഉണ്ണിയേട്ടനാണ്. അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിട്ടിട്ട് ചോദ്യങ്ങളുമായി വന്നിരിക്കുന്നു. പറയ്, നീയും ചാണ്ടിക്കുഞ്ഞുമായി എന്താണ് ബന്ധം? വീണ്ടും ഉണ്ണിയുടെ ചോദ്യം. ഉണ്ണിയേട്ടന് എല്ലാം അറിയണം അല്ലേ? എന്നാൽ കേട്ടോളൂ, നല്ലോണം കേട്ടോളൂ. ചാണ്ടിക്കുഞ്ഞിൻ്റെ കിടപ്പറയിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. അവിടെ വരെ എത്താൻ എൻ്റെ സമ്മതമൊന്നും ചാണ്ടിക്കുഞ്ഞിന് ആവശ്യമില്ലായിരുന്നു. പിന്നെ അവിടെ നടന്നതൊക്കെ ഉണ്ണിയേട്ടന് മനസ്സിലാകുമല്ലോ. അയാൾ പിച്ച് ചീന്തിയ പുഷ്പമാണ് ഞാൻ. പ്രിയംവദ ഒന്ന് തേങ്ങി. പിന്നെ പതറിയ സ്വരത്തിൽ തുടർന്നു. ഉണ്ണിയേട്ടൻ ഒരിക്കൽ ചോദിച്ചില്ലേ, വനജയെ ഉപേക്ഷിച്ചിട്ട് മടങ്ങി വന്നാൽ ഒപ്പം വരാൻ തയ്യാറാണോന്ന്? ഞാൻ കൂടെ വരാം. എന്നെ സ്വീകരിക്കാൻ ഉണ്ണിയേട്ടന് സമ്മതമാണോ? ഒരു തരം മരവിപ്പിൽ നിൽക്കുകയായിരുന്നു ഉണ്ണി. താൻ ഈ കേൾക്കുന്നത് സത്യമാണോ? വിശ്വസിക്കാനാവാതെ ഉണ്ണി പ്രിയംവദയുടെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി. ഉണ്ണിയേട്ടൻ എന്താ മിഴിച്ചു നോക്കുന്നത്? കന്നുകുഴി ദേവസി എന്നെ നശിപ്പിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഇന്ന് ദേവസിയുടെ അനുജൻ എന്നെ നശിപ്പിച്ചു. ചാണ്ടിക്കുഞ്ഞിനോട് എനിക്ക് പരാതിയില്ല, ദേഷ്യവുമില്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് കടുത്ത ദേഷ്യമാണ്. ചാണ്ടിക്കുഞ്ഞിൻ്റെ കൈകളിലേക്ക് എന്നെ എറിഞ്ഞു കൊടുത്തത് നിങ്ങളാണ്. ഈ പ്രിയംവദയുടെ ജീവിതം ആദ്യം തകർത്തത് നിങ്ങളാണ് ഉണ്ണിയേട്ടൻ. അവൾ പരിസരം പോലും വിസ്മരിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ ഒരു ശിലയായി നിൽക്കുകയായിരുന്നു ഉണ്ണി. അതെ, താനാണ് പ്രിയംവദയുടെ ജീവിതം തകർത്തത്. അന്ന് താൻ അവളെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഗതി അവൾക്ക് വരില്ലായിരുന്നു. പ്രിയംവദേ, അവൻ വിളിച്ചു. വേണ്ട, നിങ്ങൾ എന്നെ വിളിക്കണ്ട. ചാണ്ടിക്കുഞ്ഞിനേക്കാൾ നീചൻ നിങ്ങളാണ്. അവൾ മുന്നോട്ടോടി. തിരിച്ചു വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നതിലും കഴിഞ്ഞില്ല.
വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. അവൾ അങ്ങകലെ എത്തിയപ്പോൾ ഉണ്ണി തിരിഞ്ഞ് ബംഗ്ലാവിലേക്ക് നോക്കി. ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവിൽ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ചാണ്ടിക്കുഞ്ഞ്. ചാണ്ടിക്കുഞ്ഞിൻ്റെ ചുണ്ടിൽ എപ്പോഴും എന്തോ നേടിയ സംതൃപ്തിയുടെ പുഞ്ചിരി മാഞ്ഞിരുന്നില്ല. ഏറെ നേരം ഉണ്ണി ചാണ്ടിക്കുഞ്ഞിനെ തന്നെ നോക്കി നിന്നു. പ്രതികാരം അവൻ്റെ ഉള്ളിൽ കത്തി ജ്വലിക്കുകയായിരുന്നു. പ്രിയംവദയുടെ ഈ തകർച്ചയ്ക്ക് കാരണക്കാരൻ താൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചാണ്ടിക്കുഞ്ഞിനോട് പ്രതികാരം ചെയ്യേണ്ടതും താനാണ്. ചാണ്ടിക്കുഞ്ഞിനെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയിട്ട് ഉണ്ണി നടന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ ശകാരം കേട്ടു. എടാ, നീ എവിടെ നിരങ്ങാൻ പോയിരിക്കുമായിരുന്നടാ? മറ്റന്നാൾ ഇവിടെ ഒരുത്തിയുടെ കല്യാണമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അവൻ്റെ ഒരു ഉത്തരവാദിത്വം. ഉണ്ണി അത് കേട്ടതായി നടിച്ചില്ല. മുറ്റത്ത് പന്തൽ ഉയർന്നു കഴിഞ്ഞു. അതിൻ്റെ മിനുക്കുപണിയിലാണ് ചിലർ. ബന്ധുക്കളിൽ പലരും എത്തിക്കഴിഞ്ഞു. രേവതി അമ്മ ഓടി നടന്ന് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുകയാണ്. അതിലൊന്നും തനിക്ക് പങ്കില്ലെന്നുള്ള മട്ടിൽ തിണ്ണയിൽ ഒഴിഞ്ഞ കോണിൽ ചാരുകസേര വലിച്ചിട്ട് അതിലിരിക്കുകയാണ് ഗോവിന്ദമേനോൻ. ആ മനസ്സിൽ കടുത്ത ദുഃഖം അലയടിക്കുകയായിരുന്നു. ലക്ഷ്മിക്കുട്ടിയോട് താൻ പറഞ്ഞ വാക്കുകൾ. പാവം ഉടപ്പിറന്നോ, അവളിപ്പോൾ അങ്ങങ്ങ് ദൂരെ ഇരുന്ന് തന്നെ ശപിക്കുന്നുണ്ടാവുമോ? ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴും താൻ ആശ്വസിച്ചു. ഇനി ദേവിക ഉണ്ടല്ലോ. ശങ്കരമംഗലവും അമ്പാടിയും തമ്മിലുള്ള ബന്ധം അറ്റുപോകാതിരിക്കാൻ ദേവിക മതി. ആ വിശ്വാസവും തെറ്റുകയാണ്. ജയൻ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ആരെതിർത്താലും അവനോടൊപ്പം അവളെ അയക്കാമായിരുന്നു. പക്ഷേ ജയൻ ഏതോ ജയിലിൽ. ദൈവമേ, അവരിത് അറിയുന്നുണ്ടോ? ഗോവിന്ദമേനോൻ്റെ കുഴിഞ്ഞ കണ്ണുകൾ നിറഞ്ഞു തൂവി. ബന്ധുക്കൾ ആരും കാണാതിരിക്കാൻ രണ്ടാം മുണ്ടുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. ദേവികയുടെ മുഖം കാണുമ്പോഴാണ് സഹിക്കാനാവാത്തത്. അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നാണ് ഭയം. ദേവിക പുറത്തേക്ക് എങ്ങും ഇറങ്ങിയില്ല. അവൾ കലണ്ടറിൽ നോക്കി കിടക്കുകയായിരുന്നു. ഇന്ന് ചിങ്ങവെട്ട്, പിന്നെ മറ്റന്നാൾ ചിങ്ങം 10. ഇനി ഒരു ദിവസം കൂടി മാത്രമേ തനിക്ക് അവശേഷിക്കുന്നുള്ളൂ. പുലർച്ചെ വരെ ജയേട്ടൻ്റെ പാദപതന സ്വരത്തിനായി കാതോർത്തിരിക്കും. മറ്റന്നാൾ ചിങ്ങം 10 പുലരുന്നത് കല്യാണ പെണ്ണിൻ്റെ മരണവാർത്തയുമായി. ദേവികെ, വാതുക്കൽ നിന്ന് ആരുടെ ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പിടിഞ്ഞെണീറ്റു. ഉണ്ണിയേട്ടൻ. ഉണ്ണി സാവധാനം അവൾക്കടുത്തെത്തി. അവൾ അറിയാതെ വിതുമ്പിപ്പോയി. അത്രയും നേരം ഒതുക്കി നിർത്തിയിരുന്ന ദുഃഖം അണപൊട്ടി ഒഴുകി. കരയരുത് ദേവി. ഈ ഉണ്ണിയേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മറ്റന്നാൾ നിന്റെ കല്യാണം നടക്കില്ല. അറവുശാലയിലേക്ക് നിന്നെ ഞാൻ അയക്കില്ല. പിന്നെ ഉണ്ണി തിരിഞ്ഞു നടന്നു. ദേവികയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഉണ്ണിയേട്ടന് പ്രഫുല്ലചന്ദ്രനുമായുള്ള ബന്ധുത ആദ്യം മുതൽക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നറിയാമായിരുന്നു. ഉണ്ണിയേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പിറ്റേ ദിവസം ഉണ്ണി കുളിച്ചൊരുങ്ങി പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോൾ രേവതിയമ്മ ചോദിച്ചു, ആരുടെ വായി നോക്കാനാടാ ചമഞ്ഞിറങ്ങണത്? നാളെയാ കല്യാണമെന്ന് മറന്നുപോയോ? അമ്മ പറഞ്ഞത് കേട്ട ഭാവം പോലും നടിക്കാതെ അവൻ നടന്നു. നേരെ പട്ടണത്തിലേക്കാണ് പോയത്. പിച്ചാത്തി വിൽക്കുന്ന കടയിൽ കയറി നല്ല മൂർച്ച കൂടിയ കത്തി ഒരെണ്ണം വാങ്ങി എളിയിൽ തരികി. പിന്നെ തിരിച്ചു നടന്നു. ചാണ്ടിക്കുഞ്ഞിൻ്റെ രൂപമായിരുന്നു കൺമുമ്പിൽ. തൻ്റെ പ്രിയംവദയെ നശിപ്പിച്ചവൻ അവനെ കൊല്ലണം. പ്രിയംവദയെ നശിപ്പിച്ചവനോടുള്ള പ്രതികാരം തിളച്ചു പൊന്തി. അതിലൂടെ ദേവികയും രക്ഷപ്പെടും. വിവാഹത്തിൻ്റെ തലേ ദിവസം പെണ്ണിൻ്റെ സഹോദരൻ കൊലപാതകിയായാൽ ഉണ്ണി ചാണ്ടിക്കുഞ്ഞിൻ്റെ ബംഗ്ലാവിന് മുന്നിൽ നിന്നു. മടിയിൽ തിരികെ കത്തി ചോരക്കൊതി പൂണ്ടു. തറവാട് എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്